അള്ളാഹുവിൻ്റെ അതിഥികളായി നമ്മൾ മക്ക മദീന മണ്ണിലേക്ക് എത്താൻ ഇനി 2-2.5 മാസം മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനായി ബാഗ് ഒരുക്കുമ്പോൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഏതാനും 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. 20 കിലോ കൊള്ളുന്ന തരത്തിലുള്ള 2 ബാഗുകളാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് നമ്മൾ 20 കിലോ തന്നെ കൊള്ളിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതായത് നമുക്കിപ്പോൾ പാത്രങ്ങളോ അരി സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതി. തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി കാരക്ക പോലുള്ള പല സാധനങ്ങളും കൊണ്ടുവരാനിട്ടാവും. അപ്പോൾ ഇതുപോലെ നീളം കൂട്ടാനും കുറയ്ക്കാനും പറ്റിയ ബാഗുകളാണെങ്കിൽ ഏറെ സൗകര്യമായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സാധനങ്ങൾ വെക്കുമ്പോൾ ഇതിനെ നീളം കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോക്ക് ചെയ്ത് സേഫായി വെക്കാൻ പറ്റിയ തരത്തിലുള്ള ബാഗുകളായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 7 കിലോ ഹാൻഡിൽ വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. നമുക്ക് കയ്യിൽ സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. അതും 7 കിലോ ആണെങ്കിലും അതിൽ കുറച്ചും കൂടെ കൂടുതൽ കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഗായിരുന്നാൽ ഏറെ നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ എയർപോർട്ട് പോലെയല്ല. തിരിച്ചു വരുമ്പോൾ സൗദി എയർപോർട്ടിൽ ഒരല്പം ലഗേജൊക്കെ കൂടുതലായാലും അവർ ഹാജിമാരെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നതല്ല. അതുപോലെ തന്നെ ചെരുപ്പുകൾ കൊണ്ടുപോകുമ്പോൾ പലരും പറയും 2-3 ചെരുപ്പുകൾ അധികം വെക്കണമെന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നല്ല ഗ്രിപ്പുള്ളതും ബാക്കിൽ കിട്ടുന്നതുമായ അത്യാവശ്യം നല്ല കമ്പനിയുടെ തന്നെ ചെരുപ്പുകൾ വാങ്ങി കയ്യിൽ വെക്കുന്നതാണ് നല്ലത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതുപോലത്തെ ചെരുപ്പുകൾ യൂസ്ഫുൾ ആയിരിക്കും. ഊരിപ്പോകുമെന്നോ പൊട്ടിപ്പോകുമെന്നൊന്നും പേടിക്കാനില്ല. നല്ല ഗ്രിപ്പുള്ള അത്യാവശ്യം നല്ല കമ്പനിയുടെ തന്നെ ചെരുപ്പുകൾ വാങ്ങി കയ്യിൽ വെക്കാൻ ശ്രമിക്കണം. ഒന്നിലധികം കൂടുതൽ വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുപോലെ ടോയ്ലറ്റിലേക്ക് യൂസ് ചെയ്യാനുള്ള ചെരുപ്പുകൾ താമസ സ്ഥലത്തായാലും മിനായിലേക്കായാലും നടക്കുന്ന വഴിയിലേക്കായാലും നമുക്ക് നല്ല ഗ്രിപ്പുള്ള ഒരെണ്ണം മാത്രം കയ്യിൽ വെച്ചാൽ മതി. അതുപോലെ പവർ ഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുതന്നെ അതിന് ഒരു ചരട് കോർത്ത് വെച്ച നിലയിലാണെങ്കിൽ കുറച്ചും കൂടെ സേഫായിട്ടിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കൂളിംഗ് ഗ്ലാസ്സാണ്. താഴെ നിന്നും മേലെ നിന്നും ഒരുപോലെ നമ്മുടെ കണ്ണിലേക്ക് ചൂടടിക്കും. അതിൽ നിന്നും സേഫായി ഇരിക്കാൻ വേണ്ടി ഒരു ചരട് കോർത്ത കൂളിംഗ് ഗ്ലാസ് കൂടി കയ്യിൽ വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പുറത്ത് നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സൺഷെയ്ഡുള്ള തൊപ്പിയും ഒരു കുടയും കൂടി കരുതുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. കുറച്ച് ORSൻ്റെ പാക്കറ്റുകൾ വാങ്ങി നമ്മൾ കയ്യിൽ വെച്ചാൽ നടക്കുന്ന വഴിയിൽ നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടും. അതിൽ ചേർത്ത് കുടിക്കാവുന്നതാണ്. അത് വളരെയധികം നല്ലതാണ്. പിന്നെ കിട്ടുന്ന വെള്ളം ഒരുപക്ഷെ നല്ല തണുപ്പുള്ളതായിരിക്കും. എപ്പോഴും ഒരുപാട് തണുത്ത വെള്ളം കുടിക്കാതെ നോർമൽ വെള്ളം കിട്ടുകയാണെങ്കിൽ അത് കുടിക്കണം. ഇല്ലെങ്കിൽ തണുപ്പ് അല്പം കുറഞ്ഞതിന് ശേഷം ORS ചേർത്ത് കുടിക്കാവുന്നതാണ്. ORS നമുക്ക് അസീസിയയിലെ ഡിസ്പെൻസറിയിലും കിട്ടും. ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറുകളും നമ്മളുടെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ചെറിയ പാക്കറ്റുകളായാലും മതി. ഇനിയുമുണ്ട് വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം. ഒരുപാട് നാളായിട്ടുള്ള നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനകളുമെല്ലാം സഫലമാക്കി തരുവാനുള്ള ആയുസ്സിനെയും ആരോഗ്യത്തെയും അള്ളാഹു നൽകട്ടെ. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.